വെൽക്കം യു ഓൾ ടു ന്യൂ അക്കാഡമിക് ഇയർ. എല്ലാവരെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വിഷയം അക്കൗണ്ടിങ്. കഴിഞ്ഞ വർഷം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചതാണ്. ലാസ്റ്റ് ഇയർ വി ഹാവ് സ്റ്റഡീഡ് അക്കൗണ്ടിങ് ആസ്പെക്ട് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അപ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഈ വർഷം നമ്മൾ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. Accounting is an art of recording, classifying, summarizing in a significant manner in terms of money, transaction or event which are in part or at least they're of a financial character and interpreting the result thereof. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത്. ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, പലതരം ഇടപാടുകൾ വളരെ നല്ല രീതിയിൽ രേഖപ്പെടുത്തുകയും തരംതിരിക്കുകയും ക്രോഡീകരിക്കുകയും അങ്ങനെ അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ശാസ്ത്രശാഖയാണ് അക്കൗണ്ടിങ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൽ പല കാര്യങ്ങളും പഠിക്കുകയുണ്ടായി. ഈ വർഷത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് പഠനത്തിൻ്റെ ഭാഗമായി അക്കൗണ്ടിങ് എന്ന വിഷയത്തിൽ ടോട്ടൽ മാർക്ക് 200 മാർക്കാണ്. ഹയർ സെക്കൻഡറി കൊമേഴ്സിലെ അക്കൗണ്ടിങ് പഠനത്തിലെ മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. ഇതിനെക്കുറിച്ചുള്ളൊരു മുൻധാരണ തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ സഹായിക്കും. ഫസ്റ്റ് ഇയറിൽ 80 മാർക്ക് അത് ഓൾറെഡി കഴിഞ്ഞതാണ്. സെക്കൻഡ് ഇയറിൽ 120 മാർക്കാണ്. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 120 ആണ്. ഈ 120ൽ തന്നെ 60 മാർക്ക് ടേം എക്സാമിനേഷൻ്റെ മാർക്കും 40 മാർക്ക് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ മാർക്കും 20 മാർക്ക് CE കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്കുമാണ്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ എന്നത് ഈ വർഷം ലിബ്രെ ഓഫീസ് കാൽക്ക്, ബേസ്, GNU കാത്ത ഈ 3 കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് വരുന്നത്. ഇനി നമുക്ക് ടേം എക്സാമിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 60 മാർക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 60 മാർക്ക് കൺസിസ്റ്റ് അക്കൗണ്ടിംഗ് പാർട്ട് 40 ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പാർട്ട് 20. The 40 mark of accounting part is having 5 chapters. Chapter 1 accounting for not for profit making organization. Chapter 2 accounting for partnership basic concepts. Chapter 3 reconstitution of a partnership firm, that is admission of partner. Chapter 4 reconstitution of partnership firm, retirement and death of partner. And chapter 5 dissolution of partnership firm. Welcome to the first chapter, accounting for not for profit organization. കഴിഞ്ഞ വർഷത്തെ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചതാണ്. മനുഷ്യ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചു. എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും. നോൺ എക്കണോമിക് എന്നത് ദാറ്റ് ഈസ് വി ക്യാൻ സേ സോഷ്യൽ സർവീസ്. മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ആസ്ക് യു, ക്യാൻ യു ഗീവ് സം ഓഫ് ദ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി ഇൻ അവർ സ്കൂൾ? ടെൽ മീ. യെസ്, നാഷണൽ സർവീസ് സ്കീം, that is one example. Junior Red Cross, Scout and Guides work. When you go outside the school, you can find many social service activities. സ്കൂളിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരം സേവന പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ക്ലബ് ആക്ടിവിറ്റി, വളണ്ടിയറിങ് ഡ്യൂറിങ് കലാമിറ്റീസ്, volunteering during COVID. My question, do they expect profit out of it? No, never. ഒരിക്കലും ലാഭം ആഗ്രഹിച്ചിട്ടല്ല ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നത്. അപ്പോൾ ലാഭം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ലാഭം ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷനെ നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം.
So not-for-profit organization, there are certain organizations which are set up for providing services to its members and the public in general. Such organizations are called not-for-profit organization. We can say number of examples: clubs, charitable institutions, schools, religious institutions, trade union, വെൽഫെയർ സൊസൈറ്റീസ് എക്സെട്ര. ഒട്ടനവധി എക്സാമ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ, മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ, ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ഇങ്ങനെ ഒട്ടനവധി എക്സാമ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി which does not usually involve in trading activities but engage in rendering services to members and society. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതിനെ നിർവചിക്കാൻ വേണ്ടി പറ്റുന്നത്, ഇതൊരു ലാഭം പ്രതീക്ഷിക്കാതെ, ലാഭം ആഗ്രഹിക്കാത്ത ഒരു സ്ഥാപനമാണ്. ഒപ്പം ഇതൊരിക്കലും ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്നത് സേവന പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ അംഗങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയാണ്. ഇത്തരം ഓർഗനൈസേഷനാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും നമുക്ക് ചില ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫ്രം ദീസ് ഡെഫിനിഷൻ വി ക്യാൻ ഗോ ടു സം ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു റെൻഡർ സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ പബ്ലിക്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും പലതരം സേവനം ചെയ്യുക എന്നതാണ്. ദേ ഡോണ്ട് നോർമലി എൻഗേജ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇതൊരിക്കലും കച്ചവട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. ദേ ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ഏൺ പ്രോഫിറ്റ്സ്. ഈ സ്ഥാപനം ഒരിക്കലും ലാഭമുണ്ടാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ പൊതുവെ കുറവായിരിക്കും. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് യൂഷ്വലി മെയ്ഡ്. ഈ സ്ഥാപനം ട്രയൽ ബാലൻസ് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാറില്ല. ദേ ആർ നോട്ട് പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. അവരൊരിക്കലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. കാരണം ലാഭം പ്രതീക്ഷിച്ചല്ല ഇത്തരം ഓർഗനൈസേഷൻ. ദേ ഡു നോട്ട് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെയർ അഫെയർസ് ആർ മാനേജ്ഡ് ബൈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ചില പ്രത്യേകതകൾ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുക? നമുക്കറിയാം, അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ്സ്: റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിൽ നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലേക്ക് പോവാം. എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്? ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട് which is prepared at the end of an accounting year, giving a summary of all cash receipts and payments recorded in cash book. It is debited with all items of receipt and credited with all payments. At the end of the period, the account is balanced. The final balance in this account represents the balance of cash in hand and at the bank or overdraft. സ്റ്റുഡൻസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പം നമുക്കറിയാം, അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിയൽ അക്കൗണ്ട്. വേണമെങ്കിൽ ഇതിനൊരു ക്യാഷ് അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സുമാണ്. ഇതിൽ ക്യാഷ് റെസിപ്റ്റ്സ് മുഴുവൻ ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് പേയ്മെൻറ്റ്സ് മുഴുവൻ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്, ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന തുക നമ്മുടെ കയ്യിലുള്ള ക്യാഷും അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ള തുകയായിരിക്കാം. ചിലപ്പോൾ ബാങ്കിലുള്ളത് ഓവർ ഡ്രാഫ്റ്റും ആകാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. All receipts are debited and payments are credited.
It usually begins with opening balance of cash in hand and or at bank. It usually ends with closing balance of cash in hand or at bank. ഇത് റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് ബുക്കിൻ്റെ സമ്മറി പോലെ തോന്നാം. എല്ലാ റെസിപ്റ്റും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ പേയ്മെൻറ്റും ക്രെഡിറ്റ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം, അത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം. ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവാം, അത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം. ഇതൊരിക്കലും വർക്കിംഗ് റിസൾട്ട് കാണിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് ദ വർക്കിംഗ് റിസൾട്ട് ഓഫ് ദ കൺസേൺ. ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നമുക്ക് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഈ ഫോർമാറ്റ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാവാം. നമുക്കിപ്പോൾ കാണാം, ഡെബിറ്റ് സൈഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് റെസിപ്റ്റ് സൈഡാണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സൈഡാണ്. റെസിപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് കാണാം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. സബ്സ്ക്രിപ്ഷൻസ് കാണാം, ജനറൽ ഡൊണേഷൻസ് കാണാം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യയാണ് അംഗങ്ങളുടെ. ജനറലായിട്ടുള്ള ചില ഡൊണേഷൻസ് കാണാം. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ചില ക്ലബ്ബുകൾ, നമ്മൾ പൊതുവേ പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിളാണ് ക്ലബ്ബുകൾ. അതേപോലെ ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടുന്ന പൈസ, വേസ്റ്റ് പേപ്പർ, പീരിയോഡിക്കൽസൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ, ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ വിറ്റ് കിട്ടുന്ന പൈസ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവാം പല ബാങ്കിൽ, അതിൻ്റെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ചില ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, ലോക്കർ റെൻറ്റ്, സെയിൽ ഓഫ് സ്ക്രാപ്സ്, പ്രൊസീഡ് ഫ്രം ചാരിറ്റി ഷോ, മിസ്ലേനിയസ് റെസിപ്റ്റ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ലെഗസീസ്, സ്പെസിഫിക് ഡൊണേഷൻസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, എൻട്രൻസ് ഫീസ്, റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുക. ഇനി പേയ്മെൻറ്റ് സൈഡിൽ ഒരു ബാലൻസ് കാണാം. ഈ ബാലൻസ് യൂഷ്വലി ബാലൻസ് ഡെബിറ്റ് സൈഡ്, റെസിപ്റ്റ് സൈഡിലാണ് ഉണ്ടാകുക. ഏതെങ്കിലും കാരണവശാൽ ബാങ്കിൻ്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കുക. വേജസ് ആൻഡ് സാലറി, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചിലവാക്കുന്ന മുഴുവൻ തുകകളും പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. വേജസ് ആൻഡ് സാലറി, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ്, സൺട്രി എക്സ്പെൻസസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീസ്, ഹോണറേറിയം, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, upkeep of ground, conveyance, newspaper and periodicals, purchase of assets, purchase of investments. ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാം, ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. യൂഷ്വലി റിസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസും പേയ്മെൻറ്റ് സൈഡിൻ്റെ എൻഡിൽ ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇതിൽ പുതിയ കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെ കൂടുതൽ പഠിക്കാം. ഈ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് നേതാജി